കുറ്റിച്ചിറയിൽ പുലിയെ കണ്ടെന്ന് പത്ര ഏജന്റ്. വനം വകുപ്പ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. കുറ്റിച്ചിറ പീലാർമൊഴിയിലെ ജനവാസ മേഖലയിൽ പുലിയെ കണ്ടതായി അഭ്യൂഹം. പത്ര ഏജന്റ് ചായപ്പൻകുഴി സ്വദേശി സുഭാഷ് തോപ്പിലാണ് പത്രവിതരണത്തിനിടെ പീലാർമൊഴി NSS ഓഫീസിന് സമീപം ചൊവ്വാഴ്ച രാവിലെ 4:30 പുലിയെ കണ്ടതായി പറയുന്നത്. പറപറമ്പത്ത് രാജേഷിന്റെ പറമ്പിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങി പറപറമ്പത്ത് രാമകൃഷ്ണൻ നായരുടെ പറമ്പിലൂടെയാണ് പുലി കടന്നുപോയതെന്നും പറയുന്നു. 3 മണിക്ക് വീട്ടിൽ നിന്ന് വരും. 3:30 ആകുമ്പോഴേക്കും പത്രം എടുത്ത് 3:45 ആകുമ്പോഴേക്കും അവിടെ നിന്ന് സപ്ലൈ തുടങ്ങും. ഇവിടെ വന്നപ്പോൾ 4:20 ഉണ്ടാവും. 4:20 ഞാൻ ആ വീട്ടിൽ പത്രം ഇട്ടിട്ട് ഇപ്പുറത്ത് പത്രം ഇടാനായിട്ട് വണ്ടി എടുത്തപ്പോഴാണ് ഇവിടുന്ന് പുലി ചാടി റോട്ടിൽ നിന്നിട്ട് റോട്ടിൽ നിന്ന് അങ്ങോട്ട് ചാടിപ്പോയത് കറക്റ്റായിട്ട് കണ്ടു. അപ്പോഴേക്കും പേടിച്ച് തിരിച്ചു പോവുകയും ചെയ്തു. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. പിന്നെ പുള്ളിയാണ് പാല് ചുറ്റി പിടിച്ചിട്ടാണ് ഇങ്ങോട്ട് ചാടിപ്പോയി ഞാൻ കണ്ടത്. ഒന്ന് ഇങ്ങോട്ട് നോക്കി, നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു, എൻ്റെ വണ്ടിക്ക് ലൈറ്റ് ഉണ്ടായിരുന്നു, ഇവിടെ സ്ട്രീറ്റ് ലൈറ്റും കത്തുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തിരിച്ച് ഞാൻ പോവുകയും ചെയ്തു. ഇവിടുന്ന് ഞാൻ പത്രം ഇടാണ്ട് നേരെ ചായപ്പുഴയ്ക്ക് പോയേ. ചായപ്പുഴ പോയി ചെന്നതിന് ശേഷം അവിടെ അവരോട് പറഞ്ഞിട്ട് അവർ അറിയിച്ചു. പിന്നെ ഇവിടെ ഒരു വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടാണ് പോയത്. ഇവിടെ കറക്റ്റ് 4:20 ഞാൻ കാണുന്നത്. അത് ഇനിയിപ്പോൾ കുറേ അകലെയാണെങ്കിൽ നമുക്കത് പുലി ആണ് എന്ന് സംശയം പ്രകടിപ്പിക്കാറുള്ളൂ. ഇത് നേരിട്ട് തൊട്ടടുത്താണ് കാണുന്നത്. ആ പുലി തന്നെയാണ്. എങ്ങനെയാണ് കണ്ടിരുന്നത് കാഴ്ച ബംഗ്ലാവിലെ കണ്ടിട്ടുള്ളൂ പുലിനെ. ഇത് നേരിട്ട് കണ്ടാണ് ഒറിജിനൽ പുലി തന്നെയാണ്, 100% ഉറപ്പ്. ചായപ്പുംകുഴിയിൽ നിന്ന് ഞാൻ വെട്ടിക്കുഴി, ചൂളക്കടവ്, പണ്ടാറമ്പറ, കോട്ടാമല അതൊക്കെ ഡേഞ്ചർ ഏരിയയാണ്. ആനയുടെ കൊള്ളയാണെന്ന് പറയാം. ശരിക്കും ഒരു 4 പ്രാവശ്യമെങ്കിലും ആനനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം ആന ഓടിപ്പിച്ചു. 2 പ്രാവശ്യം ഞാൻ വേറൊരു വീട്ടിലേക്ക് കയറി, വണ്ടി അവിടെ വെച്ചിട്ട് റോട്ടിലേക്ക് കയറി വന്നപ്പോഴേക്കും ഞാൻ അപ്പുറത്തൊരു വീട്ടിലേക്ക് കയറി. അവരൊക്കെ 2 നിലയുടെ മേലെയായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ വേഗം എൻ്റെ ബൈക്ക് അവിടെ വെച്ച് കയറ്റി തുറന്ന് അവരുടെ വീട്ടിലേക്ക് കയറിപ്പോയി. അതിനുശേഷം ഞാൻ ചായപ്പുഴ ജംഗ്ഷനിൽ നിന്ന് ഒരു 6:30 കഴിഞ്ഞിട്ടാണ് 6:45 കഴിഞ്ഞിട്ടാണ് വെട്ടിക്കുഴി ഭാഗത്തേക്ക് പോകാറുള്ളൂ. ഇവിടെയൊക്കെ നേരത്തെ, ഇവിടെ ഡേഞ്ചർ ഏരിയയിൽ അല്ലല്ലോ എന്ന് വെച്ചിട്ട് ഇവിടെ നേരത്തെ വരും. ഇവിടുത്തെ കഴിഞ്ഞതിന് ശേഷം ചായപ്പുഴി ചെന്ന് വെയിറ്റ് ചെയ്ത് ഒരു 7 മണി 6:30 കഴിഞ്ഞതിന് ശേഷമാണ് വെട്ടിക്കുഴി ഭാഗത്തേക്ക് പോകാറുള്ളൂ. പുലിനെ കണ്ട സ്ഥലം അത്യാവശ്യം നല്ല വീടുകൾ, അടുത്തടുത്ത് വീടുകളൊക്കെ ഉള്ള സ്ഥലം. ഇവിടെ ഒന്നും അങ്ങനത്തെ ഒരു സംഭവത്തിൽ കണ്ടിട്ടില്ല, ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. കുറ്റിച്ചിറ NSSന്റെ അടുത്താണ് നമ്മുടെ വീട് വരുന്നത്. എൻ്റെ വീടിൻ്റെ ഈ സൈഡിൽ നിന്നാണ് പുലി വന്നു നമ്മുടെ പത്രം ഇടാൻ വന്ന സുഭാഷ് ചേട്ടൻ പറഞ്ഞത്. ഞാൻ രാവിലെ ആളെ എൻ്റെ വീട്ടിലേക്ക് പത്രം ഇടാൻ വന്നതാണ്. അവിടുന്ന് തൊട്ടടുത്ത വീട്ടിൽ പത്രം ഇട്ട് വരുന്ന വഴിക്കാണ് എൻ്റെ വീടിൻ്റെ സൈഡിൽ പുലിനെ കണ്ട് ആൾ പറഞ്ഞത്. പുലി അടുത്ത പറമ്പിലേക്ക് ചാടി പോയെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് ആൾ പേടിച്ച് പെട്ടെന്ന് തന്നെ വണ്ടി തിരിച്ച് നേരെ ആളുടെ വീടിൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് അവിടുന്ന് എനിക്ക് ഫോൺ ചെയ്തേ, നിൻ്റെ അടുത്ത് പുലി കണ്ടു എന്നൊക്കെ. ഇവിടെ അങ്ങനത്തെ ഒരു ഏരിയ അല്ലായിരുന്നു, നല്ല ജനവാസ മേഖലയൊക്കെ ആയിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം തന്നെ ഉണ്ടായത്. ഫോറസ്റ്റുകാർ വന്നിരുന്നു, അവർ വന്ന് കാൽപ്പാടുകളൊക്കെ കണ്ടിരുന്നു. വേറെ എന്താ വെച്ച് പറഞ്ഞാൽ അവർ പെട്രോളിങ്ങിന് വരാമെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം തൊട്ടടുത്ത് കപ്പത്തോടുണ്ട്, അവിടുന്ന് വന്നാവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഇപ്പം അടുത്ത് തന്നെ ഇവിടെ പട്ടികളുടെ സൗണ്ടൊക്കെ കേട്ടായിരുന്നു. ഒരു 6:15 സമയത്ത് പട്ടി നിലവിളിക്കലും ഇതൊക്കെ ഉണ്ടായിരുന്നു. കുരക്കലല്ലായിരുന്നു, നിലവിളിക്കലായിരുന്നു. 250 മീറ്റർ അകലെ സ്വകാര്യ കമ്പനിയുടെ 8 ഏക്കറോളം വരുന്ന മാങ്കോസ്റ്റിൻ തോട്ടവും കപ്പത്തോടുമാണ് ഉള്ളത്. കാട് പിടിച്ച പോലെയുള്ള മാങ്കോസ്റ്റിൻ തോട്ടത്തിൽ പുലി പതുങ്ങിയിരിക്കാൻ സാധ്യതയുണ്ടെന്നും ഇവിടെ നിന്ന് രാവിലെ 5:30 പട്ടിയെ പുലി പിടിക്കുന്ന ശബ്ദം കേട്ടതായും രാജേഷ് പറഞ്ഞു. കഷ്ടിച്ച് 1 കിലോമീറ്റർ അകലെ പുലർച്ചെ 1:45 പാറയ്ക്ക് ദേവയാനിയുടെ വീട്ടിലും എത്തിയത് പുലിയാണെന്ന് സംശയിക്കുന്നു. ദേവയാനിയുടെ വളർത്തുനായയുടെ കഴുത്തിൽ പുലി ആക്രമിച്ചതെന്ന് കരുതുന്ന പരിക്കും പട്ടിക്കൂട്ടിന് സമീപം കാൽപ്പാടും കണ്ടെത്തി. വളർത്തുനായ്ക്കൾ കുരയ്ക്കുന്ന ശബ്ദം കേട്ട് പുറത്തു വന്ന ദേവയാനി ടോർച്ചിന്റെ വെളിച്ചത്തിൽ കണ്ടത് നായയുടെ കഴുത്തിലൂടെ രക്തമൊലിച്ചിറങ്ങുന്നതാണ്. മരവും കമ്പിവലയും ഉപയോഗിച്ച് നിർമ്മിച്ച പട്ടിക്കൂട് തകർന്ന നിലയിലാണ്. സമീപത്തെ വീട്ടിലെ CCTVയിൽ 1:41 നായ്ക്കൾ കുരയ്ക്കുന്ന ശബ്ദം പതിഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് ഇവിടെ 1:45 നൂലുള്ളി കേട്ടപ്പോ അത് പിന്നെ കുറച്ച് ഇതതിന്റെ ഉള്ളി കിടക്കണ അല്ലെങ്കിൽ ഇതിനെ പിടിച്ചാനാ 2 ഉണ്ട്. അതിൻ്റെ ഉള്ളിലത് കിടക്കണാനും അതിനെ കണ്ടില്ല. ഇത് ഞാൻ അവിടെ നിന്ന് ടോർച്ച് അടിച്ചപ്പോൾ ജനലേരെ ഉള്ളിൽ കൂടെ ടോർച്ച് അടിച്ചപ്പോൾ ഇതിൻ്റെ കഴുത്തിൽ ചോര വരുന്നത്. അപ്പോൾ ഞാൻ എന്തേ മോനെ എന്ന് ചോദിച്ചു. എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് നോക്കിയപ്പോൾ ചോര ഇങ്ങോട്ട് ഒലിക്കുക, പേടിച്ച് വിറച്ചിട്ട്. എന്നിട്ട് അപ്പം തന്നെ ചങ്ങല അഴിച്ച് എൻ്റെ ഹാളിൽ എൻ്റെ കട്ടിലമ്മൻ്റെ അടുത്ത് കൊണ്ട് കിടത്തി. പിന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല അന്ന് രാത്രി. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പട്ടിക്കൂട്ടിന് സമീപം പതിഞ്ഞ കാൽപ്പാട് പരിശോധന നടത്തി. പുലിയാണെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കില്ലെന്നും
അഥവാ പുലിയാണെങ്കിൽ ചെറിയ പുലിയാകാമെന്ന നിഗമനത്തിലാണ് ഉദ്യോഗസ്ഥർ. പുലിയാണോ എന്നറിയാൻ 10 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. 3 പട്ടിക്കൂട്ടിന് പരിസരത്തും മറ്റുള്ളവ മാങ്കോസ്റ്റിൻ തോട്ടത്തിൻ്റെ പരിസരത്തുമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. രാത്രി സമയങ്ങളിൽ പെട്രോളിംഗ് നടത്തുമെന്നും പരിയാരം റേഞ്ച് ഓഫീസർ ജോബിൻ ജോസഫ് പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ് സ്ഥലത്തെത്തി. പഞ്ചായത്തിൽ കുറേ നാളുകളായിട്ട് വന്യമൃഗങ്ങളുടെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നത്. ആളുകൾ കൃഷി ചെയ്യാൻ പറ്റാതെ മലയോര മേഖലയിൽ നിന്ന് സ്ഥലം വിറ്റുപോകേണ്ട ഗതികേടിലാണ്. പല പ്രാവശ്യം എനിക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മെമ്പറായി വന്നതിന് ശേഷം കഴിഞ്ഞ ടൈം മുതൽ ഇപ്പോൾ 9 വർഷം പിന്നിടുമ്പോൾ ഒരുപാട് ഒരുപാട് തവണ ഫോറസ്റ്റ് സ്റ്റേഷനിലും അതുപോലെ തന്നെ മറ്റ് പല ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങളിലും സമരം നടത്തിയിട്ടുണ്ട്. ഈ സമരം നടത്തുന്നത് പ്രത്യേകിച്ച് ഒരു ഗുണം കിട്ടുന്നില്ല എന്നുള്ളതാണ് മന്ത്രി വിളിച്ച മീറ്റിംഗ്, DFO വിളിച്ച മീറ്റിംഗ്, അതുപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വിളിച്ച് മീറ്റിംഗ്, കളക്ടറേറ്റ് വരെ മീറ്റിംഗ് കൂടിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു തരത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ വീടിൻ്റെ ഒരു 100-300 മീറ്റർ അപ്പുറത്ത് കാട്ടാന വന്ന് കൊടശ്ശേരി അതുപോലെ പരിയാരം അതിലെ പുള്ളി പഞ്ചായത്തുകളുടെ ഒരു സംഗമ സ്ഥലത്ത് കുറേ നാളുകളായിട്ട് ഗണപതി എന്ന് പറയുന്ന ഒരു ആന സ്ഥിരം വന്ന് ആളുകൾക്ക് ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ആളുകൾ ചൂളക്കടയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് DFO ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ച് DFO അല്ല ഡെപ്യൂട്ടി റേഞ്ചർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടി ആ ഭാഗത്ത് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടപെടൽ നടത്താമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു പോയി. അതിനുശേഷം അവിടെ പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഈ പ്രശ്നങ്ങൾ നിരവധിയായിട്ട് നടക്കുകയാണ്. ഇതിന് പരിഹാരമൊന്നുമില്ല. കൃഷിയിടങ്ങൾ കൃഷി നശിപ്പിക്കുന്ന ആളുകൾക്ക് കാര്യമായിട്ട് നഷ്ടപരിഹാരം കിട്ടുന്നില്ല. അവരുടെ ആ ഭാഗത്ത് ആളുകൾ മാനസികമായിട്ട് വലിയ തോതിലുള്ള പ്രയാസത്തിലാണ്. മാനസിക സമ്മർദ്ദം മൂലം ആളുകൾ എന്താ പറയുക കൗൺസിലിങ്ങിനൊക്കെ പോകുന്ന ഗതികേടിലാണ്. കല്യാണങ്ങൾ പോലും നടക്കാത്ത അവസ്ഥയിലാണ്. പലയിടത്തും ആളുകൾക്ക് കല്യാണം ആലോചിച്ച് വരുമ്പോൾ ഈ ആനയുടെ ശല്യയുടെ ബോർഡ് കാണുമ്പോൾ തന്നെ തിരിച്ചു പോകുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ആ മലയോര മേഖലയിലെ ആളുകളെ സംബന്ധിച്ച് കുടിയിറക്കലിൻ്റെ അല്ലെങ്കിൽ കുടിയൊഴിഞ്ഞു പോകേണ്ട ഗതികേടിൽ നിൽക്കുമ്പോൾ പോലും അതിന് ഇതുമായി ബന്ധപ്പെട്ട് ശാശ്വതമായിട്ടൊരു പരിഹാരം കണ്ടെത്തുന്നതിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിൽ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വലിയ വേദനാജനകമാണ്. ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുമ്പോൾ തന്നെ ഇന്ന് രാവിലെ 5:30 എന്നെ ഒരു സുഹൃത്ത് വിളിക്കും പീലാർമൊഴി വരുന്നത്. അവിടെ പത്രം ഇടാൻ വന്ന വ്യക്തി പുലിയെ കണ്ട് ആളുകളോട് പറഞ്ഞ് അധികം പത്രം ഇടാൻ തിരിച്ചു പോയി. അതിനുശേഷം ആ സമയം തുടങ്ങി. ആ നേരത്ത് തുടങ്ങി ഒരു 1 മണിക്കൂറോളം ആളുകളുടെ വിട്ട് വിളിക്കുകയും ഞാനൊരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അവിടെ ആ സ്ഥലത്തെത്തുകയും ഈ കണ്ട ആളുടെ സാക്ഷ്യം പോലെ തന്നെ അവിടെ 2 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സമയത്തെത്തി അവരും പുലിയുടെ കാൽപ്പാടുകൾ കണ്ട് പുലിയുടേതാവാം എന്ന് സംശയം പ്രകടിപ്പിക്കും. പക്ഷെ അത് പിന്നീട് സ്ഥിരീകരിക്കുന്ന തരത്തിലേക്ക് വന്നപ്പോൾ പോലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഭിപ്രായം അനുസരിച്ച് പുലിയാണോ എന്ന തരത്തിൽ സംശയം ഇപ്പോൾ നിലനിൽക്കുകയാണ്. ആളുകളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ജനവാസ മേഖലകളിൽ പുലി പോലുള്ള വന്യമൃഗങ്ങൾ വരുമ്പോൾ അതിനെതിരെ എന്ത് നിലപാടെടുക്കണം, എങ്ങനെ പ്രതികരിക്കണം എന്ന് പോലും അറിയാതെ ആളുകൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, മുഴുവൻ ജനങ്ങളും എല്ലാവരുടെയും ഒരു പൊതുവായിട്ട് പ്രശ്നമെന്ന നിലയിൽ മുഴുവൻ ആളുകളും ഈ പ്രശ്നത്തെ ഏറ്റെടുത്താൽ എല്ലാവരുടേതുമാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് പൊതുസമൂഹം ഒരുമിച്ച് നിന്നാൽ മാത്രമാണ് അധികാരികൾ കണ്ണു തുറക്കുകയും അധികാരികൾ ബന്ധപ്പെട്ട രീതിയിൽ ഇടപെടൽ നടത്തുകയെന്ന കാര്യം സംശയമില്ല. റഞ്ച് പോലെയുള്ള സ്ഥിരം നിലനിൽക്കുന്ന ശാശ്വതമായിട്ട് പരിഹാരം എന്ന നിലയിൽ ആളുകൾ പൊതുവെ അംഗീകരിച്ചിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയാൽ മാത്രമാണ് ഇതിനൊരു സ്ഥിരമായിട്ട് പരിഹാരം ഉണ്ടാകുള്ളൂ എന്ന കാര്യം സംശയമില്ല. ഫെൻസിങ്ങൊക്കെ സമയബന്ധിതമായിട്ട് അത് മോണിറ്റർ ചെയ്യാനും മെയിൻ്റനൻസ് ചെയ്യാനും പറ്റുന്നില്ലെങ്കിൽ മാത്രമല്ല അതൊന്നും ഒരു ശാശ്വതമായ പരിഹാരമല്ല എന്നുള്ള നിലയിൽ തന്നെയാണ് ഇതുവരെയുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ആളുകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഫ്രഞ്ച് പോലെയുള്ള സ്ഥിരം സംവിധാനത്തിലൂടെ മാത്രം ഇതിന് പരിഹാരം കാണാനായിട്ട് ഗവൺമെൻറ് തയ്യാറാവണം. ആളുകളുടെ മാനസികമായിട്ടുള്ള സംഘർഷത്തിന് ദൂരീകരണം കൊടുക്കണം. ആളുകളുടെ ഈ കൃഷി ചെയ്യാനുള്ള അവകാശങ്ങൾ, കൃഷിഭൂമി സംരക്ഷിക്കുന്നതിനുള്ള അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം. ഇത്തരത്തിൽ കാർഷിക മേഖലയും മലയോര മേഖല സംരക്ഷിക്കാൻ ഇടപെടൽ സർക്കാർ ഏറ്റെടുത്ത് നടത്തണമെന്നാണ് എല്ലാവർക്കും ആവശ്യപ്പെടുന്നത്.